ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോയാലോ? ഈ വീഡിയോയിൽ നമ്മുടെ ഫയലുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്നാണ് കാണാൻ പോണത്. അപ്പം നമ്മൾ മുമ്പത്തെ സെക്ഷനിൽ ഉണ്ടാക്കിയ ഒരു ലൈബ്രറി നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഞാനിപ്പം നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത കൺസ്ട്രക്ഷൻ എന്നുള്ള ലൈബ്രറി ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ കൺസ്ട്രക്ഷനെ ക്ലിക്ക് ചെയ്ത് ചൂസ് കൊടുക്കുക. കണ്ടോ? അപ്പം നമ്മൾ മുമ്പേ ക്രിയേറ്റ് ചെയ്ത ഈവൻറ്റ്സ് എല്ലാം ഇപ്പോൾ ഇവിടെ വന്നു. തുടക്കം മുതൽ നോക്കിയാൽ ഫൗണ്ടേഷൻ, പിന്നെ സ്ട്രക്ചർ, പിന്നെ റൂഫിങ്, അങ്ങനെ 3 ഇവൻറ്റ്സ്. ഇതിനകത്ത് ആദ്യത്തെ ഇവൻറ്റ്സിൽ നിങ്ങൾ നോക്കിയാൽ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. സെൻഡ് ടു ട്രാഷ് കൊടുത്ത് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ 3 ഇവൻറ്റ്സും ഇപ്പം കാലിയാണ്, അതിലൊന്നുമില്ല. ഇനി നമ്മൾ നമ്മളുടെ ജോലി തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ടിങ് നമ്മൾ വിശദമായി പഠിച്ചതാണ് കഴിഞ്ഞ സെക്ഷനിലൊക്കെ. അപ്പോൾ ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഞാനിനി ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്യാൻ പോവാണ്. ഡെസ്ക്ടോപ്പിലാണ് ഞാനത് സേവ് ചെയ്തേക്കുന്നത്. ഡെസ്ക്ടോപ്പിൽ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോൾഡറിനകത്തോട്ട് പോവാണ്. മൈ ഹോം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മൈ ഹോമിനകത്താണ് എൻ്റെ കണ്ടൻറ്റ് കിടക്കുന്നത്. അതിനകത്ത് വീഡിയോസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറുണ്ട്. ഈ കാണുന്നതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ കമാൻഡ് എ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം സെലക്ട് ചെയ്യാം. പിന്നെ ഈ കാണുന്നതെല്ലാം നമ്മൾ ലീവ് ദ ഫയൽസ് ഇൻ പ്ലേസ് ആണ് കൊടുക്കാൻ പോണേ. ബാക്കി സെറ്റിങ്സ് ഒന്നും കാര്യമായി നോക്കേണ്ടതില്ല. ഇനി ഇമ്പോർട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇമ്പോർട്ടിങ് നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ പ്രോഗ്രസ് ബാർ ഓടുന്നു. ഇനി നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നോക്കിയാലും അവിടെയും നിങ്ങൾക്കൊരു പ്രോഗ്രസ് ബാർ കാണാം. ആ പ്രോഗ്രസ് ബാർ വഴിയും നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ട് ആകുന്നതിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാം. അപ്പം വീഡിയോകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുക. ഇപ്പം കണ്ടോ? ഇപ്പം നിങ്ങൾ മുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് കംപ്ലീറ്റ് ആയി. ഇനി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, വീഡിയോസ് എല്ലാം ടാഗ് കൂടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അപ്പോൾ എല്ലാം ടാഗ്, ഫോൾഡർ നെയിം വെച്ചിട്ടൊക്കെയുള്ള ടാഗ് വന്നിട്ടുമുണ്ട്. ഓക്കെ, വീഡിയോ വന്നു. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ള പണി നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. അതിനാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സമയം ചിലവാക്കേണ്ടത്. കാരണം ഇപ്പം നിങ്ങൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോയും കണ്ട് ശരിക്കത് ഓർഗനൈസ് ചെയ്താൽ മുമ്പോട്ടുള്ള പണികൾ എളുപ്പമാവും. അതുകൊണ്ട് ടൈം എടുത്ത് നമ്മൾ വീഡിയോ കാണണം. അതിനർത്ഥം നമ്മൾ ഓരോ വീഡിയോയും ഇൻഡിവിജ്വലി തന്നെ പോയി കാണണം. കാരണം അങ്ങനെ കണ്ടെങ്കിലേ നമുക്ക് ഏത് വീഡിയോ ആണ് ചൂസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരേ റീടേക്കുകൾ പല പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റും. അങ്ങനെ ശരിയായ ഒരു ക്ലിപ്പിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ ക്ലിപ്പും വിശദമായിട്ട് കണ്ടെങ്കിലേ പറ്റും. അപ്പോൾ അതിന് വേണ്ട സമയം എടുക്കുക. ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിലൊരു സംഗതിയാണ് ഒരു ഫയൽ അല്ലെങ്കിൽ ക്ലിപ്പ് റീനെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നത്. ഇപ്പോൾ ഇതൊരു ക്ലിപ്പാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആ ക്ലിപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീനെയിം ചെയ്യാം. പിന്നെ എൻ്റർ ചെയ്താൽ മതി. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ പ്രൊജക്റ്റ് ആണെങ്കിലും ലൈബ്രറി ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഓപ്ഷനാണ്, നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇത് കൂടാതെ നമുക്ക് ഇൻസ്പെക്ടർ വിൻഡോയിൽ നിന്നുകൊണ്ടും റീനെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ വലത് സൈഡിലുള്ളതാണ് ഈ ഇൻസ്പെക്ടർ വിൻഡോ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇൻസ്പെക്ടർ വിൻഡോ ഇല്ലെങ്കിൽ കമാൻഡ് 4 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്പെക്ടർ വിൻഡോ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും പറ്റും. കമാൻഡ് 4. ഇനി നമുക്കൊരു ബട്ടൺ വെച്ചും ഇൻസ്പെക്ടർ വിൻഡോ എനേബിൾ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ഈ ബട്ടൺ കണ്ടോ? ഈ ബട്ടനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ വിൻഡോ എനേബിൾ ചെയ്യാനും പറ്റും, ഇൻസ്പെക്ടർ വിൻഡോ ഡിസേബിൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ 2 മെത്തേഡിൽ നമുക്ക് ഇൻസ്പെക്ടർ വിൻഡോ കിട്ടും. ഇൻസ്പെക്ടർ വിൻഡോയിൽ ഈ ഐ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അവിടെ നിന്ന് നമുക്ക് ഫയൽ റീനെയിം ചെയ്യാം. ഇനി ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമായി അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ് മെർജിങ്. ഇപ്പോൾ 2 ഈവൻറ്റ്സുകൾ മെർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോണേ. അത് പലപ്പോഴും നിങ്ങൾക്ക് ആവശ്യമായി വരും. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു ചെറിയ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെക്കൻഡ് ഈവൻറ്റിലേക്ക് മൂവ് ചെയ്യാൻ പോവാം. ഇപ്പോൾ മൂവ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഈവൻറ്റിൽ ഈ വീഡിയോ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുക ഈ ഈവൻറ്റും ഫസ്റ്റ് ഈവൻറ്റും തമ്മിൽ മെർജ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 2 ഈവൻറ്റിനെ എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്യാൻ കമാൻഡ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഫയലിൽ വരുന്നു. ഇത് കണ്ടോ, ഇവിടെ മെർജ് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷനുണ്ട്. ആ മെർജ് ഈവൻറ്റ്സെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ആ 2 ഈവൻറ്റും മെർജ് ചെയ്ത് ഒരു ഇവൻ്റായി മാറി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈവൻറ്റ് സപ്പോസ് നിങ്ങൾക്ക് മെർജ് ചെയ്യണമെങ്കിൽ മെർജ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ഒരു പുതിയ ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. വീണ്ടും നമുക്ക് 3 ഇവൻറ്റ് വേണ്ടതുകൊണ്ട് മാനുവലി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഇത് കണ്ടോ, തിരിച്ച് നമ്മളുടെ പഴയ ഇവൻറ്റ് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഓർക്കേണ്ട ഒരു സംഗതി ഇത്രയേ ഉള്ളൂ. ഈ ഫയലുകളെല്ലാം നിങ്ങൾക്ക് മെർജ് ചെയ്യണമെങ്കിൽ മെർജ് ചെയ്യാം. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈവൻസിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാനും പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത സംഗതി, നമ്മളുടെ ഈവൻസ് ഒന്ന് ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഈവൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടും. വ്യൂവിൽ സോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫംഗ്ഷനുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഡേറ്റ് വെച്ച് വേണമെങ്കിൽ സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നെയിം വെച്ച് സോർട്ട് ചെയ്യാം. പിന്നെ അതിനെ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ നെയിം വെച്ചൊന്ന് സോർട്ട് ചെയ്യാം. സോർട്ടിൽ വരുന്നു, നെയിം കൊടുക്കുന്നു. അപ്പം നെയിം വെച്ചിട്ട് സോർട്ട് അയക്കുന്നുണ്ടോ. അപ്പം സോർട്ടിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബ്രൗസറിനെ കുറിച്ച് ഇനി നമുക്കൊന്ന് നോക്കാം. ബ്രൗസറിൽ നിങ്ങൾക്ക് 2 വ്യൂവിൽ ഈ ക്ലിപ്സ് കാണാൻ പറ്റും. ആ വ്യൂ നമുക്ക് മാറ്റാനാണ് ഇത് ഇവിടെ മുകളിലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ 2 വ്യൂവിൽ ആദ്യത്തെ വ്യൂ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഫിലിം സ്ട്രിപ്പ് വ്യൂ ആണ്. ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ കണ്ടോ, അത് ലിസ്റ്റ് വ്യൂ ആയി. അപ്പോൾ ഫിലിം സ്ട്രിപ്പ് വ്യൂ ഉണ്ട്, പിന്നെ ലിസ്റ്റ് വ്യൂ ഉണ്ട്. ഈ ഫിലിം സ്ട്രിപ്പ് വ്യൂവിൽ നിങ്ങൾക്ക് ക്ലിപ്പിൻ്റെ ഒരു വീഡിയോ ഫോർമാറ്റാണ് കാണിക്കുന്നത് ബ്രൗസറിൽ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ, അവിടെ ക്ലിപ്പ് നിങ്ങൾക്ക് കാണാം. അങ്ങനെ നിങ്ങൾക്ക് ക്ലിപ്പിനെ ചൂസ് ചെയ്യാൻ വേണമെങ്കിൽ അത് എളുപ്പമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ലിസ്റ്റ് വ്യൂവിലോട്ട് മാറ്റിയ സംഭവിക്കുന്നതുണ്ടോ, അത് മൊത്തം നെയിമിംഗ് ലിസ്റ്റിലോട്ട് മാറി. ഇപ്പോൾ അവിടെ ക്ലിപ്പ് കാണാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളൊരു ക്ലിപ്പിൽ ലിസ്റ്റ് ചെയ്യുന്ന ആ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ അതിൻ്റെ പ്രീവ്യൂ കാണാം. അപ്പോൾ ഇതാണ് ലിസ്റ്റ് വ്യൂ. ഇനിയൊരു സംഗതി ഉള്ളത്, ഈ വ്യൂ ബട്ടൻ്റെ തൊട്ടപ്പുറയുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 വ്യൂസ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതുണ്ട്, ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് വ്യൂവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ലിസ്റ്റ് വ്യൂവിനെ കസ്റ്റമൈസ് ചെയ്യും. ഇവിടെ ഒരു ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ പക്ഷേ ഒന്നും ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്യാം. നമുക്കിപ്പം ഡ്യൂറേഷൻ വെച്ച് ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് നോക്കിയാലോ, കണ്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ലിസ്റ്റിനെ ഡ്യൂറേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം ഓരോ സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. അപ്പോൾ ലിസ്റ്റ് വ്യൂവിൽ നിന്നുകൊണ്ട് നിങ്ങളിങ്ങനെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി മറ്റൊരു ഓപ്ഷൻ നോക്കാം. ഇവിടെ വേവ് ഫോം എന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ തംബ്നെയിലിൽ നിങ്ങൾക്കിപ്പം ഓഡിയോ വേവ്സ് കാണാൻ പറ്റും. അത് നമുക്ക് എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. ഇപ്പോൾ എനേബിൾ ചെയ്തിട്ടുണ്ട്, കണ്ടോ, വേവ് ഫോം കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്ലേ ബാക്ക് ആണ്. ഇപ്പോൾ ഈ കണ്ടിന്യൂസ് പ്ലേ ബാക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിപ്പ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അടുത്ത ക്ലിപ്പിലോട്ട് പ്ലേ ചെയ്യും. എന്നാൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡിസേബിൾഡ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു ക്ലിപ്പ് പ്ലേ ചെയ്ത് ആ ക്ലിപ്പിൻ്റെ എൻഡ് വരെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, ഓട്ടോമാറ്റിക്കലി അടുത്തതിലേക്ക് പോകത്തില്ല. ഇനി ഞാൻ ഫിലിം സ്ട്രിപ്പ് വ്യൂവിലേക്കൊന്ന് പോയി. ഇനി ഞാൻ ആ കസ്റ്റമൈസ് എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ആദ്യത്തെ ഇത് കണ്ടാൽ ഒരു സ്ലൈഡ് ഉണ്ട്. എനിക്ക് ഈ തംബ്നെയിലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഇവിടെ പറ്റും. അതൊരു അഡ്വാൻറ്റേജാണ് അല്ലേ. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്യൂറേഷനാണ്. അപ്പോൾ ഡ്യൂറേഷൻ്റെ ലെങ്ത് വെച്ചിട്ട് കണ്ടോ, ആ സ്ലൈഡ് ബാർ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ തംബ്നെയിലും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിലും വേവ് ഫോമും ഉണ്ട്, കണ്ടിന്യൂസ് പ്ലേ ബാക്കും ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഗ്രൂപ്പിംഗ് ബട്ടണുണ്ട്. അതിനുശേഷം താഴോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ക്ലിപ്പൊക്കെ ഇതനുസരിച്ച് സോർട്ട് ആവും. അപ്പോൾ ഇതാണ് പ്രധാനമായും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്രൗസറിലെ 2 വ്യൂസ്. തംബ്നെയിൽ വ്യൂ ഉണ്ട് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തംബ്നെയിൽ വ്യൂവിനെ പോലെ തന്നെ ഉപയോഗപ്രദമായ മറ്റൊന്നാണ് ലിസ്റ്റ് വ്യൂ. അപ്പം ഏത് വേണമെന്ന് നിങ്ങൾ നോക്കുക. കാരണം രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. തംബ്നെയിൽ ആണെങ്കിൽ വീഡിയോസ് നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ കിട്ടും, ലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പം ഇത് നിങ്ങൾ ട്രയൽ ചെയ്യുക, ഇഷ്ടമുള്ള വ്യൂ ചൂസ് ചെയ്യുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ക്ലിപ്പിനെ നമ്മൾ എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നതെന്നുള്ള. റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു, അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ക്ലിപ്പ് ഏത്, നിങ്ങൾക്ക് വേണ്ടാത്ത ക്ലിപ്പ് ഏത് എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോണത്. നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. ഇപ്പം നിങ്ങൾ കുറേ റിവ്യൂ ഒക്കെ നടത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഈ ക്ലിപ്പ് നിങ്ങൾക്ക് വേണ്ട ക്ലിപ്പാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലിപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റേറ്റ് ചെയ്യണം, അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ക്ലിപ്പായിട്ട് നിങ്ങൾക്ക് റേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കീബോർഡിൽ എഫ് എന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫേവറേറ്റായി മാറും. ഇപ്പോൾ നോക്കിക്കോ, ഞാനിപ്പോൾ എഫ് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രീൻ ലൈൻ വന്നു കണ്ടോ. ആ ക്ലിപ്പിൻ്റെ മുകളിൽ ഒരു ലൈൻ ഓടുന്നുണ്ട്, ഗ്രീൻ ലൈൻ. അപ്പോൾ അതിനർത്ഥം ഇത് ഫേവറേറ്റ് ആണെന്നാണ്. ഇനി നിങ്ങൾക്കൊരു ഫയൽ റിവ്യൂ ചെയ്തതിന് ശേഷം വേണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യണം, ഇത് യൂസ് ചെയ്യേണ്ട,
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫയലെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കീബോർഡിലെ ഡിലീറ്റ് കീ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചോ. ഡിലീറ്റ് ഞാൻ പ്രസ് ചെയ്യുന്നു, ഒരു റെഡ് ലൈൻ അവിടെ അപ്പിയർ ആവും. അപ്പോൾ ഇത് ഡിസ്കാർഡ് ചെയ്ത ഫയലാണ്, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, അതായത് എഫ് പ്രസ് ചെയ്താൽ ഫേവറേറ്റ് ആണെന്നും ഡിലീറ്റ് പ്രസ് ചെയ്താൽ നമുക്ക് വേണ്ടാത്ത ഫയലാണെന്നും അങ്ങനെ നമുക്ക് തീരുമാനിക്കാം. ഇപ്പം നിങ്ങൾക്കൊരു ചോദ്യം കാണും, ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഫയൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന്. അതിനുള്ള ഉത്തരം ഇവിടെയുണ്ട്. ഇപ്പം നിങ്ങൾ കാണാം, ഓൾ ക്ലിപ്സിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാനത് മാറ്റി ഫേവറേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, ഫേവറേറ്റ് മാത്രമേ കാണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്ത ഫയൽ കാണുന്നതിലും ഇത് കണ്ടോ, ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റഡ് ഫയൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത ആ ഫയൽ മാത്രം കാണിക്കും. ഞാനിപ്പോൾ തിരിച്ച് ഓൾ ക്ലിപ്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫയലുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ റിവ്യൂ ചെയ്തിട്ട് ഫേവറേറ്റ് ആണോ അതോ നിങ്ങൾക്ക് വേണ്ടാത്ത ഫയലാണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇവിടെ അൺയൂസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതും നമുക്ക് ആവശ്യമുള്ളതാണ്. കാരണം നമ്മൾ എഡിറ്റിങ്ങിന് ഏതൊക്കെ ഫയൽ എടുത്തതിന് ശേഷം ഏതൊക്കെയാണ് ഉപയോഗിക്കാത്തത് എന്നറിയണമെങ്കിൽ ഈ അൺയൂസ്ഡിലേക്ക് സ്വിച്ച് ചെയ്താൽ മതി, നിങ്ങൾക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ എഡിറ്റിങ്ങിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻസാണ്. ഈ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് മെനു വഴിയും സെറ്റ് ചെയ്യാം. ഇവിടെ മാർക്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റും ഉണ്ട്, റിജക്റ്റും ഉണ്ട്. ഇനി നമ്മൾ ഇട്ട ഒരു റേറ്റിംഗ് മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ മാർക്ക് എന്ന് പറയുന്ന മെനുവിൽ തന്നെ വരിക. അവിടെ അൺറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അപ്പോൾ അൺറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, ഇപ്പോൾ ആ ഫയലിൻ്റെ റേറ്റിംഗ് എല്ലാം പോയി. അപ്പോൾ അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ അൺറേറ്റ് ചെയ്യാനും പറ്റും. ഇത് കീബോർഡിലും ചെയ്യാം. യു എന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺറേറ്റ് ആവും. ഇപ്പോൾ ഈ റിജക്റ്റ് ചെയ്ത ഫയലിനെ ഞാൻ യു പ്രസ് ചെയ്തപ്പോൾ കണ്ടോ, ആ റേറ്റിംഗ് പോയി. എഡിറ്റിങ്ങിൽ ഉപയോഗപ്പെടുന്ന ഒരു ഫംഗ്ഷനാണിത്.